ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മാമനെ കാണാൻ വേണ്ടി പോവാണ് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ എല്ലാവരും വിചാരിക്കും മാമനെ കാണാൻ എന്തിനാ ഹോസ്പിറ്റലിൽ പോകണമെന്ന്. അപ്പോൾ മാമന് വയ്യാതിരിക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് മാമനെ പോയി കാണാമെന്ന്. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ പൂട്ടി ഇറങ്ങി. ഇറങ്ങിയ വഴിക്ക് ഞാൻ കുറച്ച് ഷോയ്ക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഒരുങ്ങി എൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കാറിൽ കയറി ഞങ്ങളിങ്ങനെ പോവാം. അപ്പം ദൂരെ 3-4 പേര് ഇരിക്കുന്നുണ്ടല്ലേ, അതൊക്കെ ചേട്ടൻ്റെ ഫ്രണ്ട്സാണ്. ചേട്ടൻ എന്തോ പൈസ കൊടുത്തിട്ടുള്ളത് പോലെ അവർ ചേട്ടൻ വരുന്നുണ്ടെങ്കിൽ കൈ പൊക്കി കാണിക്കും. എപ്പോഴും വരുമ്പോഴും പോകുമ്പോഴും കൈപൊക്കി കാണിക്കും. അങ്ങനെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിക്ക് പിന്നെയും എൻ്റെ വീഡിയോസ് അങ്ങനെ വരുന്ന വഴിക്ക് ചേട്ടൻ്റെ ഓഫീസ് കണ്ട്. ഇതാണ് കേട്ടോ ചേട്ടൻ്റെ ഓഫീസ്. അങ്ങനെ ഓഫീസിൻ്റെ അതുവഴിയൊക്കെ വന്ന് ഇതാണ് ഓഫീസൊക്കെ പരിചയപ്പെടുത്തിയേ. അപ്പം നിങ്ങളെ കൂടെ പരിചയപ്പെടുത്തണേ. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിൽ വന്നു. പിന്നെ ചേട്ടനൊരു സ്വഭാവമുണ്ട്, എവിടെ പോയാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ കുറച്ചധികം ഇതുപോലെ സ്പ്രേ ഒക്കെ അടിക്കണം. അതാണ് ഒരു സ്വഭാവമാണ്, എന്തോ ഒരു സ്വഭാവമാണ് അങ്ങനെ. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ലിഫ്റ്റിൻ്റെ അടുത്തെത്തി. അങ്ങനെ ലിഫ്റ്റ് കയറുന്നതിന് മുമ്പേ അതിനിടയ്ക്ക് അമ്മയും കൂടെ കാണിച്ച് ഞങ്ങൾ ചെറിയൊരു വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മാമനെ തേടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ മാമനെ കണ്ടു. മാമനവിടെ ഭയങ്കര മീറ്റിങ്ങിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാമനെ കണ്ടു. മാമന് സർപ്രൈസായി. ഇത് പിന്നെ ഇപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ അഭിനയിക്കുന്നതാണ് കേട്ടോ, അഭിനയിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മാമനെ കണ്ട് ഇറങ്ങി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ചിറ്റ ഇനിയുള്ള വ്ളോഗിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിറ്റയുടെ കൂടെ നിന്ന് കുറച്ച് സെൽഫിയും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ചിറ്റയോടും ബൈയൊക്കെ പറഞ്ഞ് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി അടുത്ത വ്ളോഗ് ഇതിന് പുറകെ വരുന്നുണ്ട്. ടാറ്റാ ബൈ ബൈ.